ഇന്നത്തെ പ്രോജക്റ്റിൻ്റെ ഇതാണ്. അതായത് 3-4 ദിവസം മുന്നേ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് വലിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് നല്ല മണം. അപ്പോൾ പിന്നെ മുറിക്കാമെന്ന് വിചാരിച്ചു. ഇത് നിറച്ച് ചുള ഉണ്ടാവുന്ന തരം ചക്കയാണ്. ഈ പ്ലാവിലധികം ചക്ക ഒന്നും ഉണ്ടാവാറില്ല. 2-3 ചക്ക ഒരു കൊല്ലത്തിലുണ്ടാവും. അത് ആ ചക്ക അത്ര വലിയ സൈസിൻ്റെ അല്ല, എന്നാൽ ഒരു ഹൗസ് ഹോൾഡിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചക്ക. ഒരെണ്ണം കഴിച്ചു നോക്കി, സൂപ്പർ ടേസ്റ്റ്. മഴ പെയ്തിട്ട് പോലും ഇത്രയും രുചി. അപ്പോൾ മഴ പെയ്യാതെ കിട്ടിയിരുന്നെങ്കിൽ എത്ര ആയിരുന്നു രുചി. ഒരു 20 കൊല്ലം മുന്നേ എനിക്കൊരാൾ ചക്ക തന്ന് ചക്കയുടെ രുചി കണ്ടപ്പോൾ അതിൻ്റെ കുരുവൊക്കെ പാകിയതാണ്. അത് എന്താ പറയുക, ഫിസിക്കലി പാകിയില്ല, തെങ്ങിൻ്റെ അടക്കട്ട് മുളക്കട്ടെ എന്ന് വെച്ചിട്ടു. അതിലൊരു 10-15 എണ്ണം മുളച്ചു. അത് പറമ്പിൽ പലയിടത്തായി കുഴിച്ചിട്ടു. പിന്നെ പുല്ല് വെട്ടി കന്നാലികളെ ആൾക്കാർ കൊണ്ടുവന്ന് കെട്ടി. അങ്ങനെ എനിക്കിപ്പോൾ അതിൽപ്പെട്ട ഒറ്റ പ്ലാവേ ഉള്ളൂ. അതിൻ്റെ ചക്കയാണത്. 3 എണ്ണം കായ്ച്ചു. അതിൽ ഒരെണ്ണം വീണുപോയി മീൻസ് പഴുത്തിട്ട് വീണു. എന്നാൽ നല്ല മഴയും കാറ്റൊക്കെ ഉള്ളപ്പോൾ അത് പിന്നെ ഏതെങ്കിലും പക്ഷികളോ അല്ലെങ്കിൽ അണ്ണാനോ ഒക്കെ ആയിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പോയി എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഇരുന്നില്ല. പിന്നെ 2 എണ്ണം, അതിലൊരെണ്ണം ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനി കുരു വൃത്തിയാക്കിയിട്ട് കുപ്പിയിലാക്കി വെക്കണം. ചക്കയുടെ ചവണിയൊക്കെ ഈ ബാഗിലേക്ക് അപ്പോൾ കയറ്റിയിരുന്നു. അതുകൊണ്ട് ഇവിടെ ആകെ വൃത്തികേടായില്ല. പിന്നെ പണ്ടൊക്കെ ചാക്കിട്ടിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വക്കിൻ്റെ ചാക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്ക് താഴെട്ടിട്ടാണ് ചക്ക വെട്ടിയിരുന്നത്. ഇപ്പോൾ പിന്നെ കാർഡ്ബോർഡിൽ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അതുകൊണ്ട് കാർഡ്ബോർഡ് ഇട്ടിട്ട് ചക്ക വെട്ടണം.